നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാലക്കാടിനെ ഇളക്കിമറിച്ച കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയ സംഭവം അക്ഷരാർത്ഥത്തിൽ വലിയ വിവാദത്തിലേക്ക് സ്കൂളിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു അധ്യാപികയെ മുൻമുനയിൽ നിർത്തുന്ന സാഹചര്യത്തിലേക്ക് കുട്ടികളുടെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടിയുടെ രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കും. അർജുന്റെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണെന്ന ആരോപണത്തിൽ പ്രധാന അധ്യാപിക യു ലിസി, ക്ലാസ് അധ്യാപിക ടി ആശ എന്നിവരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അധ്യാപിക ശകാരിച്ച ശേഷം അസ്വസ്ഥനായിരുന്നു അർജുൻ. അതിനുശേഷം അർജുൻ സ്കൂൾ വിട്ടു പോകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്ന് സഹപാഠിയായ ഒരു കുട്ടി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ കുട്ടിയുടെ മൊഴിയും ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. വിഷയം സൈബർ സെല്ലിനെ അറിയിക്കും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ക്ലാസ്സിൽ വെച്ച് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും സഹപാഠി പറഞ്ഞു. AEOയുടെ സാന്നിധ്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTA യോഗം ചേർന്നാണ് അധ്യാപകർക്കെതിരെ നടപടി തീരുമാനിച്ചത്. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ശക്തമായ പ്രതിരോധ സമരം നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി V. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ പൊള്ളപ്പാടം ചരലംപറമ്പ് വീട്ടിൽ അർജുൻ 14-ാം തീയതി വൈകിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അന്ന് രാവിലെയാണ് മരണത്തിന് കാരണമായെന്ന് ആരോപിക്കുന്ന സംഭവ വികാസങ്ങൾ സ്കൂളിൽ അരങ്ങേറിയത്. അർജുൻ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമത്തിൽ അയച്ച സന്ദേശം സംബന്ധിച്ച് ഒരു രക്ഷിതാവ് സ്കൂൾ അധികൃതരോട് പരാതിപ്പെടുന്നു. തുടർന്ന് 4 കുട്ടികളെയും രക്ഷിതാക്കളെയും സ്കൂളിൽ വിളിപ്പിക്കുന്നു, ഇവരെ ശാസിക്കുന്നു. അതിനുശേഷവും ക്ലാസ് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിന് പിന്നാലെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, രക്ഷിതാക്കൾക്കെതിരെ സ്കൂൾ അധികൃതർ രംഗത്ത് വന്നിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസം കുട്ടി വളരെ വിഷമിച്ചാണ് ക്ലാസ്സിൽ ഇരുന്നത് എന്നാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. കുട്ടിയുടെ അമ്മാവൻ തല്ലിയിരുന്നു. ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് ആദ്യം കണ്ടുപിടിച്ചതും ശകാരിച്ചതും കുട്ടിയുടെ വീട്ടുകാരാണെന്നും അവർ പറഞ്ഞു. അർജുന് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അധ്യാപിക കുട്ടിയെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ് വഴക്കു പറഞ്ഞത്. കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം അറിയണം. പോലീസുകാർ ഇക്കാര്യം വ്യക്തമായി അന്വേഷിക്കണമെന്നും ഹെഡ് മിസ്ട്രസും ആവശ്യപ്പെടുകയുണ്ടായി. ഹെഡ് മിസ്ട്രസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയെങ്കിലും ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളുടെ ഒരു പ്രതികരണം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപികയോട് വൈരാഗ്യത്തോടെയാണ് പെരുമാറുന്നതെന്ന് അർജുന്റെ ഒരു സഹപാഠി പ്രതികരിച്ചു. അർജുന് വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിൽ അർജുൻ വിഷമിച്ചിരിക്കുകയാണെന്നും കാര്യങ്ങൾ അറിയാതെയാണ് മറ്റു വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതെന്നും ഈ കുട്ടി പറഞ്ഞു. എന്നാൽ സ്കൂളിലെ മറ്റെല്ലാ കുട്ടികളും അധ്യാപികയ്ക്കെതിരെയാണ് പ്രതിഷേധിച്ചത്. തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും അർജുന്റെ ആത്മഹത്യക്ക് കാരണമായ അധ്യാപികയെ പിരിച്ചുവിടണമെന്നുമാണ് അവർ പറയുന്നത്. KGUവിന്റെ നേതൃത്വത്തിലും സ്കൂളിന് മുന്നിൽ പ്രതിഷേധം അരങ്ങേറി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അർജുൻ ആത്മഹത്യ ചെയ്തത്. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം. കുട്ടികൾ തമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതിന് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. എന്തായാലും അധ്യാപികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സഹപാഠി അടക്കമുള്ളവർ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപിക സൈബർ സെല്ലിലേക്ക് വിളിച്ചിരുന്നുവെന്നും ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സഹപാഠി മൊഴി നൽകി. ജീവനൊടുക്കുമെന്ന് അർജുൻ പറഞ്ഞതായും വിദ്യാർത്ഥി വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിലയച്ച മെസ്സേജിനെ ചൊല്ലിയാണ് അധ്യാപിക കുട്ടിയെ ശകാരിച്ചത്. ആശ എന്ന അധ്യാപികയാണ് വിവരം കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചത്. വെള്ളിയാഴ്ച വിഷയം വീട്ടിൽ വിളിച്ചറിയിച്ചപ്പോൾ അർജുന്റെ അമ്മ വിഷമത്തിലാകുകയും സംഭവം മാമനെ അറിയിക്കുകയും ചെയ്തു. മാമൻ അർജുനെ മർദ്ദിച്ചിരുന്നു. തിങ്കളാഴ്ച സ്കൂളിൽ അമ്മയ്ക്കും മാമനുമൊപ്പം അർജുൻ എത്തിയെങ്കിലും ആശ എന്ന അധ്യാപിക സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അധ്യാപകരായ ശ്രീഷ, ആർദ്ര എന്നിവർ സംഭവം പരിഹരിച്ചു വിട്ടു. എന്നാൽ ചൊവ്വാഴ്ച സ്കൂളിലെത്തിയപ്പോൾ ആശ എന്ന അധ്യാപിക അർജുനെ കരണത്തടിക്കുകയും ചെവിക്ക് പിടിച്ച് കിഴക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അസ്വസ്ഥനായ അർജുന്റെ കൈകൾ വിറച്ചു. ഉച്ചയ്ക്ക് ഓഫീസ് റൂമിലേക്ക് അർജുനെ വിളിപ്പിക്കുകയും പ്രിൻസിപ്പളും ആശ ടീച്ചറും വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു. ജയിൽ ശിക്ഷയും പിഴയും കിട്ടുമെന്ന ഭീഷണി അർജുനെ അസ്വസ്ഥനാക്കി. ജീവിതം അവസാനിപ്പിക്കുമെന്ന് അർജുൻ പറഞ്ഞിരുന്നു. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ കെട്ടിപ്പിടിച്ചത് അവസാനത്തെയാണ് എന്നും ഒരു വിദ്യാർത്ഥിയോട് അവൻ പറഞ്ഞിരുന്നു എന്നാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. അത് ഏറെ നിർണായകമായി മാറുകയാണ്. എന്തായാലും വ്യാഴാഴ്ച രാവിലെയാണ് ആശ ടീച്ചർ തന്നോട് അർജുനെ മർദ്ദിച്ചത് മാമനാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതായും വിദ്യാർത്ഥി വെളിപ്പെടുത്തി. അർജുന്റെ മരണത്തിൽ സ്കൂളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി. ഇതേ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ലിസിയെയും അധ്യാപിക ആശയെയും അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ തീരുമാനിച്ചതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. സർക്കാർ വകുപ്പ് തല നടപടികൾക്ക് അനുസൃതമായി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു.
എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായിരുന്നു. വീടിനകത്താണ് അർജുൻ തൂങ്ങി മരിച്ചത്. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ. കുട്ടികളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ മാത്രമാണ് ശാസിച്ചതെന്നും മറ്റ് ആരോപണങ്ങൾ തെറ്റാണെന്നുമായിരുന്നു പ്രിൻസിപ്പലിന്റെ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രതികരണം. അതേസമയം സംഭവത്തിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഇൻസ്റ്റഗ്രാമിൽ സഹപാഠികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് ക്ലാസ് ടീച്ചർ അർജുനെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബത്തിന്റെ ആരോപണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ടീച്ചർ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്നും ക്ലാസ്സിൽ വെച്ച് സൈബർ സെല്ലിൽ വിളിക്കുകയും അർജുനെ ജയിലിലിടുമെന്ന് ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടികളും ആരോപിക്കുന്നുണ്ട്. ഇതും ടീച്ചർക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും അർജുൻ പ്രഷർ നേരിട്ടിരുന്നുവെന്നാണ് മറ്റു ചില കുട്ടികളുടെ പ്രതികരണം. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് യഥാർത്ഥ ഒരു കാരണം? വീട്ടിലുള്ള ഒരു സമ്മർദ്ദമാണോ, അതോ ക്ലാസ് അധ്യാപികയുടെ തന്നെ സമ്മർദ്ദമാണോ? എന്താണ് അർജുനെ മരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ആർക്ക് എതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രതിഷേധം ശക്തമായതോടെ സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ആരോപണ വിധേയയായ അധ്യാപികയും മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇത് തന്റെ അവസാനത്തെ പോക്കാണെന്ന രീതിയിൽ അർജുൻ ഒരു കുട്ടിയോട് കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടിയുടെ രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കും. അർജുന്റെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണെന്ന ആരോപണത്തിൽ പ്രധാന അധ്യാപിക യു ലിസി, ക്ലാസ് അധ്യാപിക ടി ആശ എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം വേണ്ടിയിട്ടുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. AEOയുടെ സാന്നിധ്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTA യോഗം ചേർന്നാണ് അധ്യാപകർക്കെതിരെ നടപടി തീരുമാനിച്ചത്. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചിട്ടു. നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ശക്തമായ പ്രതിരോധ സമരം നടത്തിയ സാഹചര്യത്തിലാണ് സ്കൂൾ അടയ്ക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും മന്ത്രി നിർദ്ദേശാനുസരണം ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. മാത്തൂർ പല്ലഞ്ചാത്തുന്നൂർ പൊള്ളപ്പാടം ചല്ലംപറമ്പ് വീട്ടിൽ അർജുൻ 14-ാം തീയതി വൈകിട്ടാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത്. എന്തായാലും സംഭവം വളരെയധികം വേദനാജനകമാണ്. എന്താണ് സംഭവിച്ചത്, ഇതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്, അത് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.